കാനഡയിൽ കഴിയുന്ന ഒരു ഫിലിം മേക്കറാണ്. ഒരു ഇംഗ്ലീഷിലെടുത്ത ഒരു പടമാണ്. ഫയർ എന്ന മറ്റുമായിരുന്നു അതിൻ്റെ പേര്. അതിനകത്ത് ഒരു രംഗമുണ്ട്, ഒരു അശ്ലീല രംഗമൊന്നുമില്ല. അതിങ്ങനെ ഭയങ്കരമായിട്ട് ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒരു വാർത്ത അങ്ങോട്ട് പരന്നു. അപ്പോൾ ഞാൻ കൂടെ ഇരിക്കുന്ന ശ്രീ തിയേറ്ററിലെ അപ്പർ ഫ്ലോറിൽ, ഫസ്റ്റ് ഫ്ലോറിൽ ബാൽക്കണിയിൽ ഞാനിരിക്കുമ്പോൾ പുറത്ത് വലിയ ബഹളം കേൾക്കുന്നു, ഇട്ടിക്കുന്നു, വാതിലിട്ടിക്കുന്നു, ഇപ്പോൾ പൊളിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആരെല്ലാം കൂടെ പറഞ്ഞു, അയ്യോ ഞാനിപ്പോൾ വാതിലിപ്പോൾ പൊളിക്കില്ല, എന്താ ഇപ്പോൾ ചെയ്യുന്നത്? അപ്പോൾ ഒരാൾ ഓടി വന്ന് പറഞ്ഞു, ഇതൊക്കെ ഞാൻ കേട്ടത് കാര്യമാണ് പറയുന്നത്, ഞാൻ പോയി കണ്ടതല്ല. ആണ്ട് ചാലയിൽ നിന്നുള്ള ചുമട്ട് തൊഴിലാളികളാണ് വന്നിട്ട് അവർക്ക് അകത്ത് കയറണം, അതിനുവേണ്ടി വരിക. അപ്പോൾ ആ സീൻ കണ്ടപ്പോൾ വെച്ചാൽ, അപ്പോൾ ഏതുതരം ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ നടത്തുന്നത്? ഇത് ഇങ്ങനെയുള്ള രംഗം കാണിക്കാൻ വേണ്ടിയിട്ടാണോ അത് കാണുന്ന? അപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയല്ല. സിനിമ കാണാൻ താല്പര്യമുള്ള ആളുകൾ പുറത്ത് നിൽക്കുകയും ഇത്തരം പ്രവണതകളോടുകൂടി ആളുകൾ ഇതിനകത്ത് തള്ളി കയറുകയും ചെയ്യുന്ന ഒരു സ്ഥിതി മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഡെലിഗേറ്റ്ഷിപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടി ഏർപ്പെടുത്തി. കാരണം ചാലയിൽ നിന്ന് ആളുകൾ വന്നു എന്ന് പറഞ്ഞാലും ഞാൻ അവരോട് വിരോധം, എനിക്ക് അവരോട് പറ്റി ആരോടും വിരോധമില്ല. അവർ തെറ്റിദ്ധാരണയിൽ വന്നതാണ് ഇങ്ങനെയുള്ള സീൻ കാണാമെന്ന് വിചാരിച്ചിട്ട്. ചുമട്ട് തൊഴിലാളികളോടൊക്കെ എനിക്ക് വളരെ ഇഷ്ടവും അവരും എന്നോട് വലിയ ഇഷ്ടവുമാണ്. ഞാൻ എൻ്റെ ശത്രുക്കളല്ല അവരാരും തന്നെ. തൊഴിലാളികളെന്നുള്ള നിലയിൽ എനിക്ക് വലിയ ബഹുമാനമാണ് അവരോട്, സ്നേഹവും ബഹുമാനവുമാണ്. പക്ഷേ അന്നത്തെ ആ സംഭവം ഇങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനെയാണ് നമ്മൾ ഈ ഡെലിഗേറ്റ്ഷിപ്പ് എന്ന് പറഞ്ഞ പരിപാടി ആരംഭിക്കാൻ കാരണം അവരാണ്. അവരുടെ കോൺട്രിബ്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ.